ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, അതായത് ഇതുവരെ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതിനേക്കാളും വലിയ ഒരു ആർട്ട് നമ്മളിത് ഒരു സ്ക്വയർ ആയിട്ട് ഒരു ഫ്രെയിം അടിച്ചെടുത്തേക്കാണ്. അപ്പോൾ നമ്മളിത് ഈ സ്റ്റാൻഡ് 5 അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് പൊക്കി വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മച്ചാ നമ്മൾ പറഞ്ഞു വരി ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 അടി സ്ക്വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് 20x20 എന്ന് പറയുന്ന ഡയമെൻഷൻ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ അടിച്ചു വെച്ച ഫ്രെയിമിലേക്ക് നമ്മളൊരു തുണി ഇടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം ഷീറ്റ് നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോകാണ്ട്. നമ്മുടെ ഫ്ലക്സ് ഒക്കെ ഒട്ടിക്കുന്ന ഫ്ലക്സ് ക്യൂബ് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. നമ്മുടെ വർക്ക് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. രാത്രി 12 മണി, കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്. അപ്പം ഇനി എന്തായാലും ഇന്നത്തെ പണി നമ്മളിവിടെ നിർത്താണ്. ഇനി നാളെ വരാം. അങ്ങനെ വെച്ചാൽ മറിയാം നമ്മുടെ ഓരോ നൂല് ചുറ്റി തിരുന്നോടും നമ്മുടെ പടത്തിന്റെ ആ ഒരു ചെറുതായിട്ട് രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ മറിയാം ഏകദേശം 4 ദിവസത്തെ നൂല് ചുറ്റൽ കഴിഞ്ഞ് നമ്മുടെ കിടക്കാച്ചി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും പൊക്കാനായിട്ട് റെഡി ആയിക്കാണ്. എന്തായാലും ഒരു സന്തോഷമുള്ള ദിവസമല്ലേ. അപ്പോൾ ഒരു കിടക്കാച്ചി ആയിട്ട് നമ്മുടെ വേണ്ടേ, നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് ഒന്ന് കൊട്ടാനായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. വെച്ചാൽ മറിയാം മ്യൂസിക്. ത്രെഡ് ആർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ മെസ്സിയെ തിരഞ്ഞെടുത്ത് ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്തത്. യാതൊരുവിധ റെക്കോർഡുകൾ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. മെസ്സിയോടുള്ളൊരു ഇഷ്ടത്തിന് പുറത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ത്രെഡ് ആർട്ട് ചെയ്തത്.